ഇതേ തരത്തിൽ തന്നെയുള്ള മറ്റൊരു വിഷയം ചേർത്ത് വെക്കേണ്ടത് ഇവിടെ ഇതാ മറ്റൊരു അവഗണന അത് സിപിഎമ്മിന്റെ നേതൃത്വത്തിന് നേരെ ഉയരുന്നത് മറ്റാരുമല്ല കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ ആണ് ഇങ്ങനെയൊരു വിമർശനം ഉന്നയിക്കുന്നത്. കേരളത്തിലെ ഉന്നതനായ പൊളിറ്റ് ബ്യൂറോ അംഗം അവഗണിക്കുന്നു എന്നതാണ് ആരോപണം. കോടിയേരിയുടെ മരണശേഷം ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല. എം.വി. ഗോവിന്ദനെ ലക്ഷ്യം വെച്ച് ഗുരുതര വിമർശനം ആണ് വിനോദിനി ഉന്നയിച്ചിട്ടുള്ളത്. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ആണ് വിനോദിനിയുടെ വിമർശനങ്ങൾ. സജിത്ത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. സജിത്ത്, കോടിയേരി ബാലകൃഷ്ണൻ എന്ന പേര് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും അതിനുശേഷം ഈ തോൽവിയുടെ ഘട്ടത്തിലുമൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞതയിൽ എപ്പോഴും ഒരു മീഡിയേറ്റർ, ഒരു പാലമായി വർത്തിച്ചിരുന്നത് കോടിയേരിയായിരുന്നു. മറ്റൊന്ന് ഇഡിയുമായി ബന്ധപ്പെട്ട വിഷയം ആണ്. അവിടെ കോടിയേരിയുടെ മകന് നേരെ ഉയർന്ന ആരോപണം, ആ ഘട്ടത്തിൽ കോടിയേരി ചെയ്ത പ്രവൃത്തി ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾക്ക് നേരെ ഉയരുമ്പോൾ അതിൽ പാർട്ടിയുടെ നിലപാടിൽ വന്നിട്ടുള്ള മാറ്റം, ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിന് ഇടയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭാര്യ വലിയൊരു വിമർശനം ഉന്നയിക്കുന്നത്. അതെ, കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ വിമർശനങ്ങൾ അത് CPM-ൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ കോടിയേരിയുടെ മരണശേഷം ആ കുടുംബത്തിന് ചില അതൃപ്തികളുണ്ട് എന്ന കാര്യം ചിലതൊക്കെ അവർ തുറന്നു പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അവർ നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും തുറന്നു പറയുകയാണ്. വിനോദിനി ബാലകൃഷ്ണൻ തൻ്റെ ഭർത്താവിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ വേണ്ടത്ര ആദരവോടെ നടത്തിയില്ല എന്ന ആക്ഷേപം മുമ്പ് അതിൻ്റെ ഒരു വേദനയായി പങ്കുവച്ചതാണ്. പിന്നീട് അവർ നിഷേധിച്ച് മൗനിയായിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അതിലൊന്ന്, കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം തങ്ങളെ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് ആരും ബന്ധപ്പെടാറില്ല എന്ന കാര്യമാണ് പറയുന്നത്. അതിൽ പ്രത്യേകം പരാമർശിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു PB അംഗമാണ്. പേര് പരാമർശിക്കുന്നില്ലെങ്കിലും വളരെ വ്യക്തമാണ് എം.വി. ഗോവിന്ദനെയാണ് അവർ ലക്ഷ്യമിടുന്നത്. പിണറായി വിജയനെ ആണ് ആ പേര് എന്ന് പൊതുവിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്ന് ഈ അഭിമുഖം നടത്തിയ ആൾ തന്നെ ചോദിക്കുന്നുണ്ട്. അതിന് നൽകുന്ന മറുപടിയിൽ വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട്, അത് പിണറായി വിജയനല്ല. പിണറായി വിജയൻ ഫോൺ എടുക്കുകയും തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ആളാണ്, മറ്റൊരാളാണ്. പോക്കറ്റിലുള്ള ഫോൺ എടുത്ത് ഒന്ന് തിരിച്ചു വിളിക്കാൻ പോലും അല്ലെങ്കിൽ ഫോൺ എടുക്കാൻ പോലുമുള്ള മാന്യതയില്ലാത്തവരായി മാറി എന്നതാണ് അവർ ഉന്നയിക്കുന്ന വിമർശനം. ഒപ്പം കുടുംബത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും തീരുന്നില്ല. വിനോദിനി പാർട്ടിയുടെ ചില അവസ്ഥകളെക്കുറിച്ചും തുറന്നു പറയുന്നുണ്ട്. അതിലവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എന്നും എക്കാലവും ഈ പാർട്ടിയുടെ ഒപ്പം നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ എനിക്ക് തോന്നുന്ന ശരികളൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കാനും കഴിയില്ല. അനാവശ്യമായ ഒരു വിധേയത്വവും തനിക്ക് ആരോടുമില്ല എന്ന കാര്യം കൂടി അവർ തുറന്നു പറയുന്നുണ്ട്. ഒപ്പം പാർട്ടിയിൽ കാര്യങ്ങൾ പറയാനുള്ള വേദികളില്ല എന്ന വിമർശനം പരോക്ഷമായി അവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏത് വേദിയിലും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവണം. രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ല, ഏത് രംഗത്തായാലും അത് സാധ്യമാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ബിനീഷ് കോടിയേരിക്ക് നമുക്കറിയാം പാർട്ടി അംഗത്വം വൈകിപ്പോയതിന് കാരണം, പാർട്ടിയിലെ അന്ന് ആ വിവാദത്തിന് ശേഷം പിന്നീട് പാർട്ടി അംഗത്വം പുതുക്കി നൽകാത്തതിൻ്റെ കാരണം എം.വി. ഗോവിന്ദനാണ് എന്ന ആക്ഷേപമുണ്ടായിരുന്നു. ഒടുവിൽ അത് പിണറായി വിജയൻ്റെ ഇടപെടൽ പാർട്ടി അംഗത്വം തിരികെ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ ഘട്ടത്തിൽ ഒക്കെ അതിനുശേഷമാണ് ഇപ്പോൾ ഈ തുറന്നു പറച്ചിൽ എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കോടിയേരിയുടെ വിടവ് CPM രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള നഷ്ടമാണ്. അതിൻ്റെ പുതിയ സാഹചര്യങ്ങളിലൊക്കെ ആ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നതിനിടയിൽ കൂടിയാണ് വിനോദിനി ബാലകൃഷ്ണൻ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അതാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ വലിയ തോതിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിടുന്ന സാഹചര്യം. പാർട്ടിയുടെ മുൻനിര നേതാക്കൾ വിമതരായി മത്സരിച്ച് അവർ പാർട്ടി കോട്ടകളിൽ വിജയിച്ചു കയറിയ സാഹചര്യം. ആ വിജയത്തിന് ശേഷം വിജയിച്ചവർ ഇതേ കോടിയേരി ബാലകൃഷ്ണന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയ സാഹചര്യം. അങ്ങനെ കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഇടയിൽ ആണ് കോടിയേരിയുടെ ഭാര്യ തന്നെ നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ നേതൃനിരയിലെ നേതാക്കൾക്ക് എതിരെ രംഗത്ത് വരുന്നത്. അത് പാർട്ടി നേതാക്കൾക്കിടയിലെ മാറ്റങ്ങൾ, അവരുടെ പെരുമാറ്റവും സ്വഭാവവും നിലപാടുകളുമൊക്കെ അണികളിൽ വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് ഈ വിമർശനം എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.